+1 ബിസിനസ് സ്റ്റഡീസിലെ എക്സാം റിവിഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സും മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ആൻഷ്യൻ്റ് ഇന്ത്യ. ആൻഷ്യൻ്റ് ഇന്ത്യയിൽ ഏതൊക്കെ തരത്തിൽ ട്രേഡാണ് ഉണ്ടായിരുന്നതെന്നാണ് ഫസ്റ്റ്. പട്ടാലിപുത്ര, it is known as Patna today. It was not only a commercial town but also a major center for export of stones. സ്റ്റോൺസ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മേജറായിട്ടുള്ള സെൻറ്ററാണ് പട്ടാലിപുത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ പാട്ന എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അടുത്തതാണ് പേഷ്വർ. ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ടിംഗ് സെൻറ്റർ ഫോർ വൂൾ ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഹോഴ്സസ്. ഹോഴ്സിനും അതേപോലെ തന്നെ വൂളിനൊക്കെ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു സെൻറ്ററാണ് പേഷവാർ എന്ന് പറയുന്നത്. ആൻഡ് ടാക്സില. ഇറ്റ് ഈസ് സെർവ്ഡ് ആസ് എ മേജർ സെൻറ്റർ ഓൺ ദ ലാൻഡ് റൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് സെൻട്രൽ ഏഷ്യ. സെൻട്രൽ ഏഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ലാൻഡ് റൂട്ടാണ് ടാക്സില എന്ന് പറയുന്നത്. ദെൻ ഇന്ദ്രപ്രസ്ഥ. ഇറ്റ് വാസ് കൊമേഴ്ഷ്യൽ ജംഗ്ഷൻ ഓൺ ദ റോയൽ റോഡ് വേർ മോസ്റ്റ് റൂട്ട്സ് ലീഡിങ് ടു ദ വെസ്റ്റ്, ഈസ്റ്റ് ആൻഡ് സൗത്ത് ആൻഡ് നോർത്ത് കവറേജ്. ഒരു എന്താ പറയുക ഒരു കൊമേഴ്ഷ്യൽ ജംഗ്ഷനാണ് ഇന്ദ്രപ്രസ്ഥ എന്ന് പറയുന്നത്. ദെൻ മധുര. ഇറ്റ് വാസ് ആൻ എംപോറിയം ഓഫ് ട്രേഡ് ആൻഡ് പീപ്പിൾ ഹർ സബ്സിസ്റ്റഡ് ഓൺ കോമേഴ്സ്. മെനി റൂട്ട്സ് ഫ്രം സൗത്ത് ഇന്ത്യ ടച്ച്ഡ് മധുര ആൻഡ് അപ്രോച്ച്. മേജറായിട്ടുള്ള ഒരു ട്രേഡ് സ്പോട്ടാണ് മധുര. ദെൻ Varanasi. It was well placed as it's a both on the geographic route and the highway that linked in northwest east. It grew as a major center for textile industry and became famous for beautiful gold silk cloth and sandalwood workmanship. ഇവിടെ മെയിനായിട്ട് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിക്കും അതേപോലെ തന്നെ ഗോൾഡ് സിൽക്ക് ക്ലോത്തിനും സാൻഡൽവുഡിൻ്റെ വർക്ക്സ്മാൻഷിപ്പിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് വാരണാസിയിൽ. അതേപോലെ തന്നെ മിഥിലയുടെ ഇത് ഒരുപാട് ബോട്ട്സ്, അതേപോലെ തന്നെ ബംഗാളും സൗത്ത് ചൈന അവരുടെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മിഥില എന്ന് പറയുന്നത്. പിന്നെ സൂറത്തുണ്ട്, ദെൻ കാഞ്ചിയുണ്ട്, അതായത് നമുക്ക് കാഞ്ചീപുരം എന്തായാലും അറിയാം, വസ്ത്രത്തിൻ്റെ, ഗോൾഡിൻ്റെ, പേളിൻ്റെ ഒക്കെ. ദെൻ മധുര. ഇറ്റ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ പണ്ടായാസ് ഹു കൺട്രോൾ ദ പേൾ ഫിഷറീസ് ഓഫ് ഗൾഫ് ഓഫ് മാന്നാർ. This attracted foreign merchants, particularly Romans, for carrying out overseas trade. Then മേജർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ്. എന്തൊക്കെയാണ് മേജറായിട്ടുള്ള എക്സ്പോർട്ടും ഇമ്പോർട്ട്സും നോക്കാം. എക്സ്പോർട്ടായിട്ട് കൂടുതലായിട്ട് നമ്മൾ സ്പൈസസ്, വീറ്റ്, ഷുഗർ, ഇൻഡിഗോ, സീസൈൻ, കോട്ടൺ, പാരറ്റ്, ലൈവ് എലിമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ദെൻ ഇമ്പോർട്ടഡ് ഐറ്റംസിൽ വരുന്നതാണ് ഹോഴ്സസ്, ആനിമൽ പ്രോഡക്ട്സ്, ചൈനീസ് സിൽക്ക്, ബ്ലാക്ക് സാൻഡിൻ, വൈൻ, ഗോൾഡ്, സിൽവർ, കോപ്പർ, ലെഡ്, റൂബീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഹ്യൂമൻ ആക്ടിവിറ്റീസ്, അതായത് ബിസിനസ്സിൽ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് വരുന്നത് നോക്കാം. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 കാറ്റഗറീസ്. ഒന്ന് എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാലും ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ പീപ്പിൾ വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് മണി ഈസ് നോൺ ആസ് എക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് മനുഷ്യൻസ് ആക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഇൻ ഫാക്ടറി, ലോയർ, വർക്കിംഗ് ഇൻ സ്കൂൾ, ഡോക്ടർ, ക്ലർക്ക്, ഡെയിലി വർക്കർ അങ്ങനത്തെയൊക്കെയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്, ആക്ടിവിറ്റീസ് വിച്ച് ആർ അണ്ടർടേക്കൺ ബൈ ആൻ ഇൻഡിവിജ്വൽ വിത്ത് എ മോട്ടീവ് ഓഫ് ഗെറ്റിംഗ് സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഓർ ഔട്ട് ഓഫ് സെൻറ്റിമെൻറ്റ്സ് ഓർ ഔട്ട് ഓഫ് റിലീജിയസ് ഒബ്ലിഗേഷൻസ് നോൺ ആസ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. അതായത് നമ്മൾ സാറ്റിസ്ഫാക്ഷനോ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ് പറയുന്നത്. അതിൽ നമുക്ക് ഇൻകം ഒന്നും ഏൺ ചെയ്യാൻ പറ്റില്ല. അതായത് പ്രേയിങ്, സോഷ്യൽ സർവീസ്, പ്രൊഡക്ഷൻ ഫോർ സെൽഫ് കൺസംഷൻ, ചാരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്നത്. അതിൽ 2 തരത്തിലാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് വരുന്നതും ഹ്യൂമൻ ആക്ടിവിറ്റീസ് വരുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസ് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് തന്നെ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കിത് 3 എന്താണെന്ന് നോക്കാം. ബിസിനസ് മീൻസ് ബിസിനസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ഓഫ് സെയിൽ ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദ മെയിൻ എയിം ഈസ് ഏർണിംഗ് പ്രോഫിറ്റ്. അതായത് ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിളായിട്ട് മാനുഫാക്ചറിങ്, മൈനിങ്, ഫാമിങ്, ട്രേഡിങ്, ഫിഷിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ബിസിനസ്സിൽ വരുന്നത്. അതായത് എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റിയാണ്, അതായത് ഒരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ഡീലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഒരു ഡീലിംഗ് ആണ്, അതായത് ബൈയിങ് ഓഫ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്.
റെഗുലാരിറ്റി ആൻഡ് ഡീലിംഗ്, അതായത് ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനും ഒരു റെഗുലാരിറ്റി ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ഏണിങ്ങും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പർപ്പസ് ഓഫ് ദീസ് ബിസിനസ്സീസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏണിംഗ് ആണ്. ആൻഡ് സെയിൽ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് എക്സ്ചേഞ്ചും, നമ്മളൊരു ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെ എക്സ്ചേഞ്ചും സെയിലൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അൺസർട്ടനിറ്റി ആൻഡ് ബിസിനസ് റിസ്ക്, നമുക്ക് ഒരിക്കലും ഫ്യൂച്ചറിലെ ബിസിനസ്സിനൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിസ്കിനെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അടുത്താണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷൻ refers to an occupation which requires specialized knowledge, skill and training. These engaged in professions are known as professions. അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജും സ്കില്ലും ട്രെയിനിങ്ങും ഒക്കെ നേടിക്കൊണ്ട് നമ്മളൊരു ഒക്യുപ്പേഷൻ, ഒരു ഡിഗ്രി നേടുന്നതിനെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ്, ലോയേഴ്സ്, എൻജിനീയേഴ്സൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ ഫീച്ചേഴ്സ്: എ പ്രൊഫഷൻ റിക്വയർസ് സ്പെഷ്യലൈസ്ഡ് നോളജ്, ട്രെയിനിങ് ആൻഡ് സ്കില്ല്. ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജ്, സ്കില്ലൊക്കെ നമുക്ക് നേടേണ്ടി വരും. അതായത് MBBS എടുക്കുക, ലോയറിന് നമ്മൾ LLBക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോകുക, അതൊക്കെയാണ്. ദെൻ മെമ്പർഷിപ്പ് ഓഫ് ദ പ്രൊഫഷണൽ ബോഡീസ് മസ്റ്റ്. നമ്മളൊരു ഏതൊരു ഇതിൻ്റെ മുകളിൽ നമ്മളൊരു കൗൺസിലിൽ നിന്നൊക്കെ ഒരു മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. അതായത് ഡോക്ടറാണെങ്കിൽ മെഡിക്കൽ കൗൺസിലിൽ നിന്ന്, ലോയർ ആണെങ്കിൽ ബാർ കൗൺസിലിനൊക്കെ ഒരു മെമ്പർഷിപ്പ് വേണ്ടി വരും. ചാർജ് ഫീ ഇൻ റിട്ടേൺ ഓഫ് ദർ സർവീസസ്. നമുക്ക് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീ മേടിക്കാൻ പറ്റും. എവറി പ്രൊഫഷണൽ മസ്റ്റ് ഫോളോ സർട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഏത് പ്രൊഫഷണൽസും സർട്ടൺ കോഡ് ഓഫ് കണ്ടക്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യണം. ഇതാണ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. എംപ്ലോയ്മെൻറ്റ് refers to that type of economic activity in which people engage in some work for others regularly and get salary and wages. മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക, അതായത് നമ്മൾ വേറെ ആളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുക, അതൊക്കെയാണ് എംപ്ലോയ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായിട്ട് ഓഫീസർ, ക്ലർക്ക്, ഫാക്ടറി വർക്കർ, ഗവൺമെൻറ് സർവൻസ് ഒക്കെ നമുക്കിതിനുള്ള വേജ് ആൻഡ് ഇൻകം എല്ലാ മന്ത്ലി വരെ ചിലപ്പോൾ വേജ് ഡേ ബൈ ഡേ ആയിട്ടൊക്കെ കിട്ടാറുണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് നോക്കാം. ദർ മസ്റ്റ് എക്സിസ്റ്റ് എംപ്ലോയർ റിലേഷൻഷിപ്പ്. ഇതിൽ എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മസ്റ്റായിട്ട് വേണ്ട കാര്യമാണ്. ദർ മസ്റ്റ് ബി സർവീസ് കോൺട്രാക്ട് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. അതായത് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ടായിരിക്കും. എംപ്ലോയീസ് ഗെറ്റ് സാലറീസ് ഓഫ് വേജസ് ഫോർ ദയർ സർവീസസ്. നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ട് നമുക്ക് സാലറി അല്ലെങ്കിൽ വേജ് കിട്ടും. റെഗുലാരിറ്റി ഇൻ സർവീസസ്, സർവീസിന് റെഗുലാരിറ്റി ഉണ്ടായിരിക്കും. ഇനി ഇതിന് മൂന്നിൻ്റെ ഒരു കമ്പാരിസനാണ്. ബിസിനസ് എന്ന് പറയുന്നത് ഡിസിഷൻ ഓഫ് ഓൺട്രപ്രണറാണ്. പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ബോഡിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന മെമ്പർഷിപ്പാണ്. എംപ്ലോയ്മെൻറ്റ് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ത്രൂ ആണ് നമ്മൾ ജോബിൽ കയറുക. അതേപോലെ തന്നെ ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ നേച്ചർ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്. പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മൾ സർവീസ് റെൻഡർ ചെയ്യുക. എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എംപ്ലോയർക്ക് കീഴിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ക്വാളിഫിക്കേഷൻ, ബിസിനസ് തുടങ്ങാൻ അങ്ങനെ ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. പ്രൊഫഷന് നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പ്രൊഫഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എംപ്ലോയ്മെൻറ്റിൽ എന്ന് വെച്ചാൽ എംപ്ലോയർ നമുക്ക് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടാകും ക്വാളിഫിക്കേഷൻ. ആ ക്വാളിഫിക്കേഷൻ്റെ ബേസിസിലായിരിക്കും എംപ്ലോയേഴ്സിനെ സെലക്ട് ചെയ്യാം. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ബിസിനസ് തുടങ്ങാൻ എന്തായാലും ക്യാപിറ്റൽ അത്യാവശ്യമാണ്. അത് ഹ്യൂജ് വേണോ കുറച്ച് വേണോ എന്നുള്ളത് ഡിപ്പെൻഡ് ഓൺ ദെയർ ബിസിനസ്സിൻ്റെ സൈസ് വെച്ചിട്ടാണ്. പ്രൊഫഷൻ എന്ന് വെച്ചാൽ അധികം ക്യാപിറ്റൽ, അതായത് നമുക്ക് ആ കോഴ്സ് പഠിക്കാനൊക്കെ ഇതിനൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ ക്യാഷ് വേണം. എംപ്ലോയ്മെൻറ്റിൽ ക്യാഷ് ഒന്നും വേണ്ട. റിസ്ക് ഹൈ റിസ്ക്കാണ്. ബിസിനസ്സിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. പ്രൊഫഷനിൽ അധികം റിസ്ക് ഇല്ല. എംപ്ലോയ്മെൻറ്റിൽ നമുക്ക് റിസ്ക് ഇല്ല. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോസിബിളാണ്. പ്രൊഫഷനിലും അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിലും നോട്ട് പോസിബിൾ. റിട്ടേൺ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. പ്രൊഫഷനിൽ ഫീസാണ്. എംപ്ലോയ്മെൻറ്റിൽ നമുക്ക് സാലറിയാണ് കിട്ടാം. കോഡ് ഓഫ് കണ്ടക്റ്റ് ബിസിനസ്സിൽ നോ കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ്. ദെൻ പ്രൊഫഷനിൽ ലാഡ്മെൻറ്റ് പ്രൊഫഷണൽ ബോഡിയിലുള്ള കണ്ടക്റ്റ്. അതേപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിലും എംപ്ലോയ്മെൻറ്റ് പറയുന്ന കോഡ് ഓഫ് കണ്ടക്റ്റ് ഒക്കെ ഫോളോ ചെയ്യണം. ഇനി എന്തൊക്കെയാണ് ബിസിനസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഏർണിംഗ് പ്രോഫിറ്റാണ് മെയിനായിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ്സാണ് ഏർണിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റ് സ്റ്റാൻഡ്, ഇറ്റ് റെഫേഴ്സ് ടു ക്യാപ്ചർ ദ മാർക്കറ്റ് ഷെയർ. ബിസിനസ് ക്യാൻ സർവൈവ് ഓൺലി ദ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്, സോ ഇറ്റ് എയിംസ് ടു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് വിന്നിങ് കസ്റ്റമേഴ്സ്. അപ്പോൾ എപ്പോഴും ഒരു മാർക്കറ്റ് ഷെയർ കീപ്പ് ചെയ്യുക. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. അതേപോലെ തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബിസിനസ്സിൽ കൊണ്ടുവരേണ്ടത്. പ്രൊഡക്ടിവിറ്റി
എന്താ പറയുക, നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കോസ്റ്റൊക്കെ കുറച്ചിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം. എഫിഷ്യൻ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സും, എഫിഷ്യൻ്റ് ആയിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സസും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മിനിമത്തിൽ യൂസ് ചെയ്യാം. ദെൻ മാനേജർ പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ്, മാനേജേഴ്സൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് നമുക്ക് ബിസിനസ്സിനെ വളർത്തിക്കൊണ്ട് വരാനൊക്കെ പറ്റുള്ളൂ. ഇംപ്രൂവ് വർക്കേഴ്സ് പെർഫോമൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡും, അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ പെർഫോമൻസും കൂടെ നമ്മൾ എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യിക്കണം. അവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, മോട്ടിവേഷനും റിഫ്രഷ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റെഫേഴ്സ് ടു ഒബ്ലിഗേഷൻ ഓഫ് ബിസിനസ് ഫോക്സ് ടു കോൺട്രിബ്യൂട്ട് റിസോഴ്സസ് ഫോർ സോഷ്യൽ പ്രോബ്ലംസ്. അതായത് നമുക്ക് സൊസൈറ്റിനോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അംപ്ലാവായിട്ട് രീതിയിൽ വേണം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിൽ വരുന്നതാണ് മേക്കിംഗ് ഇൻ ഇന്ത്യ. 2014 നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പുതിയ ഇനീഷ്യേറ്റീവാണ് മേക്കിംഗ് ഇൻ ഇന്ത്യ പ്രോസസ്സ് പറയുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്ട്സ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ എന്താ പറയുക മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ പ്രൊഡക്ട്സും കൂടെ ഉണ്ടാക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് മേക്കിംഗ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞത്. ഇത് ഉദ്ദേശിക്കുന്നത് ഇനീഷ്യേറ്റീവ് ആർ ജോബ് ക്രിയേഷൻ ആൻഡ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് 25 സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. നമ്മുടെ ഇക്കോണമിയിലുള്ള 25 സെക്ടറോളം വരുന്ന ഭാഗങ്ങളിൽ സ്കിൽ എൻഹാൻസ് ചെയ്യുക, അതേപോലെ തന്നെ അവർക്കൊക്കെ ജോബ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് മെയിൻ എയിം എന്ന് പറയുന്നത്. ഏതൊക്കെ സെക്ടേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്? 25 സെക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ഇനിയാണ് ബിസിനസ് റിസ്ക്. The term business risk refers to the possibility of inadequate profits or even losses due to uncertainties or unexpected events. അതായത് ബിസിനസ്സിലുണ്ടാകുന്ന റിസ്ക്കുകളാണ്, അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും അൺസർട്ടനിറ്റീസ് മൂലമൊക്കെ ഉണ്ടാകുന്ന ബിസിനസ്സിലുണ്ടാകുന്ന റിസ്ക്കുകളെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയാം. ബിസിനസ് എൻ്റർപ്രൈസസ് കോൺസ്റ്റൻ്റ്ലി ഫേസ് 2 types of risk, speculative and pure. Speculative risk involves both the possibility of gain as well as the possibility of loss, change in market condition. Pure risk involve only the possibility of loss, no example chance of error. അതായത് നമുക്ക് 2 തരത്തിലുള്ള റിസ്ക്കുകളാണ് ബിസിനസ്സിന് സാധാരണ ഉണ്ടാവുക. ഒന്ന് സ്പെക്യുലേറ്റീവ് ആൻഡ് പ്യുവർ റിസ്ക്. സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് വെച്ചാൽ നമുക്ക് ഗെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, അതേപോലെ തന്നെ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എക്സാമ്പിളായിട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്, മാർക്കറ്റ് എന്താണ് നമ്മൾ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വെച്ചിട്ടാണ് റിസ്കിനെ വിലയിരുത്താം. പക്ഷേ പ്യുവർ റിസ്ക് എന്ന് പറയുന്നത് ലോസിന് മാത്രമേ ചാൻസ് ഉള്ളൂ. അതായത് നമുക്കൊരു ഫയർ ഉണ്ടാവുക, വേറെ എന്തെങ്കിലുമൊക്കെ ആക്ച്വലി കലാമിറ്റീസ് വന്നിട്ട് നമ്മൾ ബിസിനസ് ഇതാക്കുക, അങ്ങനത്തെ റിസ്ക്കുകളൊക്കെയാണ് പ്യുവർ റിസ്ക് എന്ന് പറയുന്നത്. ഏതൊക്കെ തരത്തിലാണ് നേച്ചർ ഓഫ് റിസ്ക് വരുന്നത് നോക്കാം. ബിസിനസ് റിസ്ക് അറൈസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് മൂലം ഉണ്ടാവും. പിന്നെ എല്ലാം ബിസിനസ്സിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ് റിസ്ക് എന്ന് പറയുന്നത്. റിസ്ക് ഇല്ലാത്തൊരു ബിസിനസ് ഉണ്ടാവില്ല. ഡിഗ്രി ഓഫ് റിസ്ക് ഡിപ്പെൻഡ്സ് ഓൺ മെയിൻലി അപ്പോൺ ദ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ബിസിനസ്സും, നമ്മുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അതേപോലെ തന്നെ സൈസ് ഓഫ് ബിസിനസ്സിന് വെച്ചിട്ടാണ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രോഫിറ്റ് ഈസ് ദ റിവാർഡ് ഓഫ് റിസ്ക് ടേക്കിംഗ്. നമ്മൾ റിസ്ക് എടുക്കാൻ എന്താ പറയുക മുതിരുന്നതോടുകൂടി നമുക്ക് പ്രോഫിറ്റ് മേക്കാനുള്ളൊരു പ്രോഫിറ്റാണ് അതിൻ്റെ മെയിൻ റിവാർഡ് എന്ന് പറയുന്നത്. ദെൻ കോസസ് ഓഫ് ബിസിനസ് റിസ്ക്. ഏതൊക്കെ തരത്തിലാണ് ബിസിനസ് റിസ്ക് വരിക എന്നുള്ളതാണ്. നാച്ചുറൽ കോസസ്, അതായത് ഹെവി റെയിൻ, ഫെമിനിൻ എർത്ത് ക്വേക്ക്, ഫയർ, ഫ്ലോട്ട്, സുനാമി അങ്ങനത്തെ ഇതൊക്കെയാണ് നാച്ചുറൽ കലാമിറ്റീസാണ് നാച്ചുറൽ കോസസ് എന്ന് പറയുന്നത്. പിന്നെ ഹ്യൂമൻ കോസസ് മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്. തെഫ്റ്റ്, സ്ട്രൈക്ക്, ലോക്കൗട്ട്, നെഗ്ലിജൻസ്, കെയർലെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഹ്യൂമൻ കോസസ്. എക്കണോമിക് കോസസ് എന്ന് പറയുന്നത് അതായത് നമ്മളെ പ്രൈസിലും ഡിമാൻഡിലും ഉണ്ടാകുന്ന വേരിയേഷൻസ്, മാർക്കറ്റ് കണ്ടീഷൻസും, ട്രേഡ് ഡിപ്രഷൻസ്, കോമ്പറ്റീഷൻസ് അതൊക്കെയാണ് എക്കണോമിക് കോസസും. പൊളിറ്റിക്കൽ കോസസ് പറയുന്നത് ഗവൺമെൻറ് പോളിസിയിൽ, അതല്ല എക്സ്പോർട്ടിൽ ഇമ്പോർട്ടൻറ്റ് പോളിസിയിൽ, ടാക്സേഷൻസിൽ, ലൈസൻസ് പോളിസിയിൽ അതിലൊക്കെ വരുന്ന മാറ്റങ്ങളും. ദെൻ മാനേജ്മെൻറ്റ് കോസസ് ഇൻക്ലൂഡ്സ് പുവർ പ്ലാനിങ്, ആബ്സെൻസ് ഓഫ് റിസർച്ച് ആൻഡ്, അതായത് നമ്മൾ നല്ല രീതിയിലല്ല ഒരു ബിസിനസ്സിൻ്റെ പ്ലാനിങ് നടത്തിയിട്ടില്ലെങ്കിൽ, ഡെവലപ്മെൻറ്റ് അങ്ങനെ മാനേജ്മെൻറ്റൊക്കെ മിസ്മാനേജ്മെൻറ്റ് ചെയ്യുക, നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടില്ലെങ്കിലൊക്കെ ഒക്കെയാണ് മാനേജ്മെൻറ്റ് കോസസ് എന്ന് പറയുന്നത്. എന്തൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് ഈ റിസ്കിനെ ഡീൽ ചെയ്യാമെന്നുള്ളതാണ്. Although no business enterprises can escape the presence of risk, there are many methods to business enterprises can use to deal with the risk situations. For instance, the enterprises may decide not to enter into too risky transaction. നമുക്കത് റിസ്കി ട്രാൻസാക്ഷൻ ആണ് തോന്നുകയാണെങ്കിൽ പിന്നെ അതിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാം. ലൈക്ക് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ലൈക്ക് ഫയർ ഫൈറ്റിംഗ് ഡിവൈസസ് ടു റെഡ്യൂസ് റിസ്ക്. എപ്പോഴും നമ്മൾ
ബിസിനസ്സിൻ്റെ എൻ്റർപ്രൈസസിലൊക്കെ ഫയർ ഫൈറ്റിംഗ് ഡിവൈസസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെക്കണം. ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തീപിടുത്തമുണ്ടായാൽ തടയാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്യാം. ടൈക്ക് ഇൻഷുറൻസ് പോളിസീസൊക്കെ എടുക്കുക. അസ്യൂം റിസ്ക് ബൈ മേക്കിംഗ് പ്രൊവിഷൻസ് ഇൻ ദ കറൻറ്റ് ഏർണിങ്സ്. ഷെയർ റിസ്ക് വിത്ത് അതർ എൻ്റർപ്രൈസസ് ആസ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി റോൾ ഓഫ് പ്രോഫിറ്റ് ഇൻ ബിസിനസ്. എന്തൊക്കെയാണ് ബിസിനസ്സിൽ പ്രോഫിറ്റിൻ്റെ റോൾ നോക്കാം. ഇക്കണോമിക് പാരാമീറ്ററാണ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടാണ് ബിസിനസ്മാൻ്റെ ഒരു ഇൻകമാണ്. അതേപോലെ തന്നെ റിസ്ക് നമ്മൾ ടേക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു റിവാർഡാണ് ബിസിനസ്. സർവൈവൽ ഓഫ് ബിസിനസ് നിലനിൽക്കുന്നത് തന്നെ ഇതുപോലത്തെ പ്രോഫിറ്റൊക്കെ കിട്ടുന്നത് കൊണ്ടാണ്. സോഴ്സ് ഓഫ് ഇൻകം ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും ഗ്രോത്തിനൊക്കെ മെയിനായിട്ടുള്ള സോഴ്സാണ് ഇൻകം എന്ന് പറയുന്നത്. ഇൻകം കൂടുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ റെപ്യൂട്ടേഷനൊക്കെ വർദ്ധിക്കും. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസ് ആക്ടിവിറ്റീസിന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളൊരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈസ് ഓഫ് ബിസിനസ്സിൻ്റെ സൈസിൽ സ്മോള്, മീഡിയം, അതേപോലെ ഓണർഷിപ്പിൻ്റെ ബേസിൽ പബ്ലിക്, പ്രൈവറ്റ്, ജോയിൻ്റ്, ഫങ്ഷൻ്റെ ബേസിൽ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്, അതേപോലെ തന്നെ ഓണർഷിപ്പ് പബ്ലിക്കിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ അണ്ടർടേക്കിങ്സും പബ്ലിക് കോർപ്പറേഷൻസും ഗവൺമെൻറ് കമ്പനീസും വരുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടറിലാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, HUF, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഓരോന്നായിട്ട് നോക്കാം. ഇൻഡസ്ട്രി ആൻഡ് ദ ബേസിസ് ഓഫ് ഫങ്ഷൻ്റെ ബേസിലാണ് ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രി ഇൻവോൾവ്സ് പ്രൊഡക്ഷൻ ഓഫ് പ്രോസസ്സിംഗ് ഓഫ് ഗുഡ്സ് യൂസ്ഡ് ഫോർ കൺസപ്ഷൻ ഫോർ ഫർദർ പ്രൊഡക്ഷൻ. കൺസപ്ഷന് വേണ്ടിയിട്ടും അതായത് വീണ്ടും അഗെയിൻ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ്, ഗുഡ്സിൻ്റെ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കണക്കാട്ടി മുന്നേ കുറച്ച് റോ മെറ്റീരിയൽസിനൊക്കെ നമ്മൾ സെമി ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനൊക്കെയാണ് കൂടുതലായിട്ട് വലിയ വലിയ ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുക. അതിൽ തന്നെ 3 തരത്തിൽ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്. പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടേർഷ്യറി ഇൻഡസ്ട്രീസ്. പ്രൈമറി ഇൻഡസ്ട്രി തന്നെ എക്സ്ട്രാക്റ്റീവും ജനറ്റിക്കും വരുന്നുണ്ട്. ദെൻ സെക്കൻഡറി തന്നെ മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. ദെൻ മാനുഫാക്ചറിങ് തന്നെ അനാലിറ്റിക്കൽ, സിന്തറ്റിക്കൽ, പ്രോസസ്സിങ് ആൻഡ് അസംബ്ലിങ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി നോക്കാം. Primary industries are associated with the extraction of natural resources and reproduction of living organisms like plants and animals, birds. അതായത് നാച്ചുറൽ റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെയാണ് പ്രൈമറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതിൽ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ഉണ്ട്, ജനറ്റിക് ഇൻഡസ്ട്രീസ് ഉണ്ട്. എക്സ്ട്രാക്റ്റീവ് മീൻസ് എക്സ്ട്രാക്ഷൻ ഓഫ് സംതിങ് ഫ്രം നാച്ചുറൽ സോഴ്സസ് ഓർ ഫ്രം നാച്ചുറൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് പറയുന്നത്. അതായത് മൈനിങ്, ഓയിൽ എക്സ്പ്ലോറേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ജനറ്റിക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആനിമൽസിനെ ബ്രീഡ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ആനിമൽസിൻ്റെ പ്ലാന്റ്സിൻ്റെ ഒക്കെ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നതാണ് ജനറ്റിക് ഇൻഡസ്ട്രീസ്. അതിലാണ് അഗ്രികൾച്ചർ, ഡയറി ഫാമിംഗ് ഫോർ മിൽക്ക്, പോൾട്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് സെക്കൻഡറി ഇൻഡസ്ട്രീസും. ഇറ്റ് ഡീൽസ് വിത്ത് മെറ്റീരിയൽ എക്സ്ട്രാക്റ്റഡ് അറ്റ് ദ പ്രൈമറി സ്റ്റേജ്. പ്രൈമറി സ്റ്റേജിലേക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ പ്രൊഡക്ഷനാണ് ഇവിടെ നടക്കുക. These industries either process material or produce goods. Further classified into മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസും അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് 2 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ കൺവേർട്ടിങ് റോ മെറ്റീരിയൽസ് ഇൻറ്റു ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൽ നടക്കുന്നത്. അതായത് സ്റ്റീൽ പ്രൊഡ്യൂസ് സ്റ്റീൽ ഉണ്ടാക്കുക, അതേപോലെ ഫേർണിച്ചർ ഉണ്ടാക്കുക, ബട്ടർ ഉണ്ടാക്കുക, അതൊക്കെയാണ്. ഇതിൽ തന്നെ ഈ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് തന്നെ നമ്മളൊരു 4 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അനാലിറ്റിക്കൽ ഇൻഡസ്ട്രി, അതായത് ഇറ്റ് മെയിൻ പ്രോഡക്ട്സ് ഓർ റോ മെറ്റീരിയൽസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു വേരിയസ് സബ് പ്രൊഡക്ട്സ്. നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്ട്സിനെ തന്നെ നമ്മൾ സബ് പ്രൊഡക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് പെട്രോളിയം ഇൻഡസ്ട്രി പോലെ. ദെൻ സിന്തറ്റിക് ഇൻഡസ്ട്രി, ഇറ്റ് വൺ മെയിൻ പ്രൊഡക്റ്റ് ഈസ് മെയ്ഡ് ഫ്രം വേരിയസ് റോ മെറ്റീരിയൽസ്. അതായത് ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നമ്മളൊരു എന്താ പറയുക ഒരുപാട് റോ മെറ്റീരിയൽസ് നമ്മൾ മെയിനായിട്ടൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനാണ് സിന്തറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പ്രോസസ്സിങ് ഇൻഡസ്ട്രി,
ട്രാൻസ്ഫറിങ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്, അതാണ് പ്രോസസ്സിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി. പിന്നെ അസംബ്ലിങ് ഇൻഡസ്ട്രി, ഇനി ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് പർച്ചേസ്ഡ് ഫ്രം ദ മാർക്കറ്റ് ആൻഡ് അസംബിൾ ടു മേക്ക് എ കംപ്ലീറ്റ് പ്രോഡക്റ്റ്. ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള പ്രോഡക്ട്സുകൾ ഉണ്ടായിരിക്കും. അതെല്ലാം അസംബിൾ ചെയ്തിട്ട് നമ്മൾ മെയിനായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനെയാണ് അസംബ്ലിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതായത് സൈക്കിൾ ഇൻഡസ്ട്രി. സൈക്കിളിൻ്റെ ടയർ വേറെ സ്ഥലത്തായിരിക്കും, സീറ്റ് വേറെ സ്ഥലത്തായിരിക്കും, അതായത് അതിൻ്റെ പാർട്സുകളൊക്കെ വ്യത്യസ്തമായിരിക്കും. അതൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഉണ്ടാക്കുന്നതാണ് അസംബ്ലിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതൊക്കെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. ഇനിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്. ഈ ഇൻഡസ്ട്രീസ് മെയിനായിട്ട് കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, ബ്രിഡ്ജ്, എയർപോർട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രീസാണ്. Then tertiary industries, they concerned with providing services that support the primary industries and secondary industries. സെക്കൻഡറി ഇൻഡസ്ട്രീസും അതേപോലെ തന്നെ പ്രൈമറി ഇൻഡസ്ട്രീസൊക്കെ നടത്തി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൊവൈഡിങ് സർവീസിനെയാണ് നമ്മൾ ടേർഷ്യറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്പോർട്ടും ബാങ്കിങ്ങും ഫിനാൻസും ഇൻഷുറൻസൊക്കെ ആയിട്ട് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ടേർഷ്യറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ബിസിനസ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതാണ് ഓൾ ആക്ടിവിറ്റീസ് എൻഷുവറിങ് ദ ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം ദ പ്രൊഡ്യൂസർ ടു ദ കൺസ്യൂമർ കം അണ്ടർ കൊമേഴ്സ്. അതായത് ഫ്രീ ഫ്ലോ ഓഫ് ഗുഡ്സ് ഫ്രം ദി പ്രൊഡ്യൂസർ ടു ദ കൺസ്യൂമർ, പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്ന പ്രോഡക്റ്റ്സിൻ്റെ ഒരു ഫ്ലോ ഇതാണ്. അതിൽ താഴെ വരുന്ന എല്ലാ ആക്ടിവിറ്റീസിനും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് those activities involved in the removal of hindrances in the process of exchange of goods. Commerce includes trade and aids to trade. ട്രേഡും അതേപോലെ തന്നെ എയ്ഡ്സ് ടു ട്രേഡും, അതായത് ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയുന്നത്. ഇത് തമ്മിൽ കൂടി ചേർന്നിട്ടാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. ട്രേഡ് എന്ന് വെച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ സെയിൽ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഓൺ എ കണ്ടിന്യൂസ് ആൻഡ് റെഗുലർ ബേസിസ്. എ പേഴ്സൺ ഹു എൻഗേജ് ഇൻ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ആർ നോൺ ആസ് ട്രേഡർ. അതായത് ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സെയിലോ എക്സ്ചേഞ്ചോ ട്രാൻസ്ഫറിനെയാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഈ ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആയിരിക്കുന്ന വ്യക്തികളെ നമ്മൾ ട്രേഡർ എന്ന് പറയും. ദ ഹിൻഡ്രൻസ് ഓഫ് പേഴ്സൺ ഈസ് റിമൂവ്ഡ് ബൈ ട്രേഡ്. ടൈപ്പ് ഓഫ് ട്രേഡ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് എക്സ്റ്റേണൽ ഉണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്. ഇൻറ്റേർണൽ ട്രേഡിൽ വരുന്നതാണ് ഹോൾസെയിൽ, റീറ്റെയിലൊക്കെ. എക്സ്റ്റേണൽ ട്രേഡിൽ വരുന്നതാണ് എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് എൻട്രിപോർട്ട്. ഹോം ട്രേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കൺട്രിയുടെ ഉള്ളിൽ നടക്കുന്ന, അതായത് കൺട്രിയുടെ ബൗണ്ടറീസിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ തരം ട്രേഡിനെയും നമ്മൾ ഹോം ട്രേഡ്, അതായത് ഇൻറ്റേർണൽ ട്രേഡ് എന്നാണ് പറയുക. വെൻ ട്രേഡ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ ബൗണ്ടറീസ് ഓഫ് എ കൺട്രി. തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഹോൾസെയിൽ ട്രേഡും അതേപോലെ തന്നെ റീറ്റെയിൽ ട്രേഡും. ഹോൾസെയിൽ എന്ന് വെച്ചാൽ ബൈയിങ് ഗുഡ്സ് ഇൻ ബൾക്ക് ആൻഡ് സെൽ ദം ഇൻ സ്മോളർ ക്വാണ്ടിറ്റീസ് ടു റീറ്റെയിലേഴ്സ്. നമ്മൾ ബൾക്കായിട്ട് ഗുഡ്സ് പർച്ചേസ് ചെയ്യും, അതേപോലെ സെല്ല് ചെയ്യും. സ്മോളർ ആയിട്ട് റീറ്റെയിലേഴ്സിന് സെല്ല് ചെയ്യുന്നതിനെയാണ് ഹോൾസെയിലർ ട്രേഡ് എന്ന് പറയാം. റീറ്റെയിലർ ട്രേഡ് എന്ന് വെച്ചാൽ നമ്മൾ ഹോൾസെയിലിൻ്റെ കയ്യിൽ നിന്ന് സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് അത് മറ്റൊരു പ്രൊഡ്യൂസർ, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യുന്നതിനാണ് റീറ്റെയിലർ ട്രേഡ് എന്ന് പറയുന്നത്. അതായത് ബൈയിങ് ഗുഡ്സ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റി ഫ്രം ഹോൾസെയിലർ ഓർ പ്രൊഡ്യൂസർ ആൻഡ് സെൽ ദം ടു കൺസ്യൂമേഴ്സ്. ഇനിയാണ് ഫോറിൻ ട്രേഡ്, അതായത് എക്സ്റ്റേണൽ ട്രേഡ്. When trade take place beyond the boundaries of a nation is called external trade. അതായത് നമ്മുടെ നാഷൻ്റെ പുറത്തുള്ള ഏരിയയിൽ നടക്കുന്ന എല്ലാ ട്രേഡ്സിനെയും നമ്മൾ ഫോറിൻ ട്രേഡ് ഓർ എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയും. അതിൽ വരുന്നതാണ് എക്സ്പോർട്ട്, ഇമ്പോർട്ട് ആൻഡ് എൻട്രിപോർട്ട്. എക്സ്പോർട്ട് എന്ന് പറയുന്നത് വെൻ ഗുഡ്സ് ആർ സോൾഡ് ടു ഫോർ കൺട്രി. നമ്മൾ ഒരു ഫോറിൻ കൺട്രിയിലേക്ക് നമ്മുടെ നാട്ടിലത്തെ ഗുഡ്സ് സെയിൽ ചെയ്യുന്നതിനെയാണ് എക്സ്പോർട്ട് എന്ന് പറയാം. ഇമ്പോർട്ട് എന്ന് വെച്ചാൽ വെൻ ഗുഡ്സ് ആർ പർച്ചേസ്ഡ് ഫ്രം ഫോറിൻ കൺട്രി. നമ്മൾ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. എൻട്രിപോർട്ട് എന്ന് പറയുന്നത് വെൻ ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ഫോർ എക്സ്പോർട്ട് ടു അതർ കൺട്രീസ്. അതായത് നമ്മൾ മറ്റൊരു രാജ്യത്തു നിന്ന് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്തിട്ട് അത് വേറെ രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എൻട്രിപോർട്ട് എന്ന് പറയുന്നത്. അതായത് ഇമ്പോർട്ടും നടക്കുന്നുണ്ട്, അപ്പോൾ എക്സ്പോർട്ടും നടക്കുന്നുണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ മുകളിൽ തന്നെ. അതാണ് എൻട്രിപോർട്ട് എന്ന് പറയുന്നത്. എയ്ഡ്സ് ടു ട്രേഡ്. ആക്ടിവിറ്റീസ് വിച്ച് അസിസ്റ്റ് ട്രേഡ് ആർ കോൾഡ് എയ്ഡ്സ് ടു ട്രേഡ് ഓർ ഓക്സിലറി ടു ട്രേഡ്. നമ്മൾ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും നമ്മൾ എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറി ടു ട്രേഡ്സ് എന്ന് പറയും. അതിൽ വരുന്നതാണ് ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഇൻഷുറൻസ്, അഡ്വർടൈസിങ്, വെയർ ഹൗസിങ് ആൻഡ് പാക്കേജിംഗ് എന്ന് നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ബാങ്കിങ് സർവീസ്
Business activities cannot be undertaken unless funds are available for its various needs. Banking services provide financeability to business. അതായത് ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും മണിയുടെ ആവശ്യം വരും. ബൾക്കായിട്ട് ഒരാൾക്കും പെട്ടെന്ന് ക്യാഷ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ബാങ്കിങ് സർവീസ് പറയുന്നത്. ഇവർക്ക് ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്. ദെൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർലി ടേക്ക് പ്ലേസ് ഇൻ പർട്ടിക്കുലർ ലൊക്കേഷൻസ്. ഈ ഗുഡ്സ് നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻഷുറൻസ്, ബിസിനസ് ഇൻവോൾവ് വേരിയസ് ടൈപ്പ് ഓഫ് റിസ്ക്കും. ഏതൊരു ബിസിനസ്സിനും ഒരുപാട് റിസ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത്. അഡ്വർടൈസിങ്, ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ഫോർ പ്രൊഡ്യൂസർ ആൻഡ് ട്രേഡേഴ്സ് കോൺടാക്ട് ഈച്ച് അതർ ആൻഡ് എവരി കസ്റ്റമർ. സെയിൽസ് പ്രൊമോഷൻ ആൻഡ് അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെയും സർവീസിനെയും മറ്റുള്ള കസ്റ്റമേഴ്സിൻ്റെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പ്രൊമോഷൻ ടൂൾസ് യൂസ് ചെയ്യും. അതിൽ മെയിനായിട്ട് വരുന്നതാണ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ദെൻ വെയർ ഹൗസിങ്, അതായത് ഗുഡ്സ് ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലോ സെമി ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റിയാലൊക്കെ നമ്മളത് കസ്റ്റമേഴ്സിന് സോൾഡ് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമ്മളൊരു സ്ഥലത്ത് കീപ്പ് ചെയ്യും. വെയർ ഹൗസിങ്, അതാണ് വെയർ ഹൗസിങ് എന്ന് പറയുന്നത്. ഇനിയാണ് സ്റ്റാർട്ടിങ് എ ബിസിനസ് ബേസിക് ഫാക്ടേഴ്സ്. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സെലക്ഷൻ ഓഫ് ലൈൻ ഓഫ് ബിസിനസ്. അതായത് നമ്മൾ ഏത് തരത്തിലുള്ള ബിസിനസ്സാണ്, എങ്ങനത്തെ ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് സെലക്ട് ചെയ്യാം. സൈസ് ഓഫ് ബിസിനസ്സിൻ്റെ സൈസ് ചെറിയ സ്മോൾ സ്കെയിലാണോ, ലാർജ് സ്കെയിലാണോ, മൾട്ടിനാഷണൽ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ സൈസ് സെലക്ട് ചെയ്യണം. ചോയ്സ് ഓഫ് ഫോംസ് ഓഫ് ഓണർഷിപ്പ്, ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് ഏത് തരത്തിൽ വേണം. അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഉണ്ട്, എന്താ പറയുക, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ജോയിൻറ്റ് കമ്പനി ഉണ്ട്. അത് ഏത് തരത്തിലുള്ള ഓണർഷിപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ ലൊക്കേഷൻ ഓഫ് ബിസിനസ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ മസ്റ്റായിട്ട് വേണം. അതായത് റോ മെറ്റീരിയൽസ് കിട്ടാനും ലേബറും വാട്ടറും അതേപോലെ ഇലക്ട്രിസിറ്റി അങ്ങനെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കണ്ടെത്തിയിട്ട് വേണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ഫിനാൻസ് വേണം മസ്റ്റായിട്ടും. ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലെങ്കിൽ ഒരു ബിസിനസ്സും നല്ല രീതിയിൽ നടക്കില്ല. ദെൻ ഫിസിക്കൽ ഫെസിലിറ്റീസ് വേണം. അതായത് നല്ല ബിൽഡിങ് വേണം, മെഷീൻ വേണം, സപ്പോർട്ട് സർവീസസ് ഒക്കെ ആവശ്യമായിട്ട് വേണം. ദെൻ പ്ലാൻ ലേഔട്ട്, നല്ലൊരു ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് വേണം. നല്ലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. വർക്ക് ഫോഴ്സ് ഉണ്ടായിരിക്കണം. അതായത് എന്താ പറയുക, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കണം. ടാക്സ് പ്ലാനിങ് വേണം. ടാക്സ് ലയബിലിറ്റി അണ്ടർ വേരിയസ് ടാക്സ് ലോസ് ഇമ്പാക്റ്റ് ഓൺ ബിസിനസ്സിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാക്സ് പ്ലാനിങ് എന്തായിട്ടും വേണം. ലോഞ്ച് ചെയ്യുന്ന എൻ്റർപ്രൈസസ്. ദെൻ ആഫ്റ്റർ കൺസിഡർ ദി അബോവ് ഫാക്ടേഴ്സ്, ഈ ഫാക്ടേഴ്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലൊരു ബിസിനസ് ലോഞ്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും.